KSRTC ജീവനക്കാർക്ക് ഇനി 1-ാം തീയതി ശമ്പളം കിട്ടും. കടം വാങ്ങിയാണ് ശമ്പളം നൽകുന്നതെന്നും അതറിഞ്ഞ് ജീവനക്കാർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ ഇറങ്ങരുതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്കും KSRTC ജീവനക്കാർക്കും മാധ്യമങ്ങൾക്കും ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ്. KSRTC ജീവനക്കാർക്ക് ഇന്നു മുതൽ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ തുടങ്ങുകയാണ്. ഈ നിമിഷം മുതൽ ഏത് നിമിഷവും അക്കൗണ്ടിലേക്ക് പൈസ വരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KSRTCക്ക് വലിയൊരു സഹായം, ഏതാണ്ട് 625 കോടി രൂപയുടെ സാമ്പത്തിക സഹായവും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശക്തമായ നേതൃത്വവും പിന്തുണയും അദ്ദേഹം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി വിജയിപ്പിക്കുന്നത്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് അഷിൻ ഡിയാഗോ. കടം വാങ്ങിയാണ് തരുന്നത്, അതനുസരിച്ച് നിൽക്കണം, സർവീസുകളൊക്കെ ലാഭകരമാക്കണം എന്നുകൂടി ജീവനക്കാരോട് അഭ്യർത്ഥിക്കുന്നുണ്ടല്ലേ? 1-ാം തീയതി ശമ്പളം കിട്ടും എന്ന് ഉറപ്പിക്കുന്നതിനോടൊപ്പം ഗതാഗത മന്ത്രി. സുജി, അത് തന്നെയാണ്. കാരണം കടം വാങ്ങിയാണ് ഈ ജീവനക്കാർക്കുള്ള ശമ്പളം നൽകുന്നത് എന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ അതനുസരിച്ച് ഇനി മുന്നോട്ട് പെരുമാറണം എന്നൊരു താക്കീത് കൂടി ഗണേഷ് കുമാർ നൽകുന്നുണ്ട്. കാരണം ഇതിപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് SBIയുടെ ഓവർ ഡ്രാഫ്റ്റ് 100 കോടി രൂപ, മാത്രമല്ല ഈ സർക്കാർ സഹായം 50 കോടി രൂപ, ഇങ്ങനെയാണ് ഈ ജീവനക്കാർക്കുള്ള ശമ്പളം ഇപ്പോൾ 1-ാം തീയതി തന്നെ നൽകാനുള്ള തീരുമാനത്തിന് അടിത്തറ നൽകിയിട്ടുള്ളത്. കാരണം 80 കോടി രൂപയാണ് ജീവനക്കാർക്ക് KSRTC ജീവനക്കാർക്ക് ശമ്പളമായി നൽകേണ്ടത്. ഇത് 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റായി SBIയിൽ നിന്ന് എടുക്കും. ഇത് 20 ദിവസത്തിനകം തന്നെ തിരിച്ചടയ്ക്കുകയും ചെയ്യും. 10.4% ഇതിൻ്റെ പലിശ നിരക്ക്. സർക്കാർ സഹായമായി 50 കോടി രൂപയും ലഭിക്കും. ഇങ്ങനെ കടമെടുത്താണ് ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി ഇപ്പോൾ വിശദമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ലാഭകരമല്ലെങ്കിലും KSRTCയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും മന്ത്രി പറയുകയും ചെയ്യുന്നു. ഇനി മുതൽ അങ്ങോട്ട് ഈ കടം വാങ്ങിയാണ് ശമ്പളം നൽകുന്നത് എന്നൊരു ബോധ്യം ജീവനക്കാർക്കുണ്ടാകണം. അവർ അവരുടെ ആത്മാർത്ഥമായി തന്നെ ഇനി മുതൽ പണിയെടുക്കണം എന്നൊരു ആവശ്യം കൂടി മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല, ഉടനെങ്ങും ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് വരാനും പാടില്ല എന്നും മന്ത്രി പരിഹാസ രൂപേണയാണ് പറയുന്നതെങ്കിലും അതും ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.